റിക്കവർ ചെയ്തിരിക്കുന്നത് 1,21,00,000 രൂപയാണ്. ഒപ്പം 300 പവൻ സ്വർണ്ണാഭരണങ്ങൾ. നേരത്തെ 1 കോടിയോളം രൂപ എന്നതായിരുന്നു പരാതി. പക്ഷേ 1,21,00,000 രൂപയാണ്. നേരത്തെ ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒപ്പം ഈ തൊണ്ടി മുതലിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതായത് ഈ ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമായി. അതായത് ഈ കേസിന് കുറേയധികം സവിശേഷതകളും അപൂർവതകളുമുണ്ട്. ഒന്ന്, ഈ മോഷണ മുതലിൻ്റെ വലിപ്പം തന്നെയാണ്. അതായത് 1,21,00,000 രൂപ, 300 പവൻ. അതൊരു വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തുക എന്നത് സമീപകാലത്ത് ആദ്യമാണ്. മറ്റൊന്ന്, ഒരു ഒരു കള്ളൻ ഒരേ വീട്ടിൽ തന്നെ, അതായത് മോഷണം നടത്തിയതിൻ്റെ പിറ്റേ ദിവസവും രാത്രി ആ വീട്ടിലെത്തി. അങ്ങനെ 2 തവണ എത്തി. 2 തവണയും CCTVയിൽ പെട്ടു. പക്ഷേ അവ്യക്തമായ ദൃശ്യങ്ങളാണ് എന്നത് മാത്രമാണ്. അതും ഈ കേസിൽ വളരെയധികം സവിശേഷതയുള്ളത്. കാരണം പോലീസിനെ തന്നെ ഞെട്ടിച്ചു. ആ കള്ളൻ രണ്ടാമതും ഓടെ വന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ കുടുംബത്തിൻ്റെ യാത്രാ വിവരങ്ങൾ. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഈ വ്യാപാരിയായ KP അഷ്റഫ് മധുരയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. 24-നാണ് തിരിച്ചു വരുന്നത്. ഈ യാത്രാ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. ഈ പണം സൂക്ഷിക്കാൻ വേണ്ടി അറ നേരത്തെ തന്നെ കട്ടിലിനടിയിൽ നിർമ്മിച്ചിരുന്നു. കട്ടിലിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിഭാഗത്ത് നിർമ്മിച്ചിരുന്നു. അങ്ങനെ ധാരാളം സവിശേഷതകളുണ്ട്. ആ ദൃശ്യങ്ങളിലെ രൂപസാദൃശ്യവും ടീഷർട്ടുമാണ് പ്രധാന വഴിത്തിരിവായത്. വിരലടയാളവും മാച്ചായി. ഒപ്പം തൊണ്ടി മുതൽ വീണ്ടെടുക്കാനായതോടുകൂടി കേസിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വേഗത്തിൽ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതാണ് ഈ കേസിൻ്റെ സവിശേഷത. SK സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും 1,21,00,000 രൂപ, 300 പവനും കവർന്നെടുത്ത അയൽവാസി പോലീസ് വളരെ ശാസ്ത്രീയമായി നടത്തിയ കുറ്റാന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ചു. അതിൻ്റെ മധുര വിതരണം, ലഡു വിതരണമൊക്കെ തന്നെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നടന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ, ഒട്ടും താമസിക്കാതെ തന്നെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പണമൊന്നും നഷ്ടപ്പെടില്ല. അയാൾ മുറിക്കുള്ളിൽ തന്നെ ഒരു ലോക്കറൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് അവിടെ ഭദ്രമാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഭാവിയിൽ ഒരുപാട് പദ്ധതിയൊക്കെ തയ്യാറാക്കി ചിലവാക്കാൻ വേണ്ടി. എന്നാലും ചേട്ടന് അബദ്ധം പറ്റി, ചേട്ടനകത്തായി.